ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രിൽഡ് ചിക്കനാണ്. ഇത് ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓവനിലും അതല്ലാതെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കോഴി മൊത്തത്തിലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു അര ലെമൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെമണിൻ്റെ ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ലെമൺ മൊത്തത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് നല്ല ചാറുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു അര മാത്രമേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിട്ട് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വിരവിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയത്ത് അതിൻ്റെ വേറെ കുറച്ച് മസാലാസ് ഉണ്ട്, അത് തയ്യാറാക്കിയെടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഒരു തക്കാളി, ഒരു സവാള, അതുപോലെ ഒരു 3-4-5 മുളക്, അതുപോലെ തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഇത്രയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ എല്ലാം ഇതേപോലെ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്തെടുക്കാനായിട്ട്, അല്ലാതെ വേറെ ഒരു പാടുമില്ല നമുക്ക്. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സാധനവും കൂടെ ചേർക്കാം. ഇതുപോലെ കുറച്ച് പെരുംജീരകത്തിൻ്റെ സീഡ്സ് വേണം, അതുപോലെ തന്നെ കുറച്ച് ജീരകം വേണം, പിന്നെ അതിൽ കുറച്ചൊരു 5 ഏലക്ക വേണം, 5 ഗ്രാമ്പു വേണം. അതിലേക്ക് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് ഇത്രയും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ അരച്ചെടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൽ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ, വേറെ ഒരു പരിപാടീസും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇത് വിരവി മാറ്റി വയ്ക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഞാനിന്നിവിടെ ഇത് ഓവനിൽ ചെയ്തെടുക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് കൂടുതൽ ഇഷ്ടമായത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന മെത്തേഡാണ്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ, ഗ്രില്ല് ചെയ്തതിനേക്കാളും. അപ്പോൾ ഞാനിതൊരു 6 മണിക്കൂർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 6 മണിക്കൂറിന് ശേഷം ഇങ്ങനെ ഇരിപ്പുണ്ടാവും. 6 അവേഴ്സ് താഴെ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. എനിക്ക് വേറെ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. കനലിൽ വെച്ച് ചുട്ടെടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉള്ളവർ അങ്ങനെ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. അപ്പം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഞാനിവിടെ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. മറ്റതിനേക്കാളും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.